പത്തനംമാറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന ദേവ്യാനിക്ക് കരൾ പകുത്തു കൊടുത്തതോടെ ദേവ്യാനിയുടെ ആരോഗ്യനിലയെല്ലാം മെച്ചപ്പെടുന്നുണ്ട്. വലിയൊരു മേജർ ഓപ്പറേഷൻ നടന്നതുകൊണ്ട് തന്നെ നയനയ്ക്കും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നയനയുടെ അവസ്ഥയും മെച്ചപ്പെട്ടു വരികയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആരോഗ്യമെല്ലാം വീണ്ടെടുത്ത് അനന്തപുരി വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന ദേവ്യാനി നയനയെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. കരൾ പകുത്തു നൽകി നയനയാണല്ലോ തന്റെ ജീവൻ രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ദേവ്യാനിക്ക് നയനയോട് ഇഷ്ടം തോന്നി തുടങ്ങുകയാണ്. അനാമിക മനഃപൂർവ്വമാണ് തനിക്ക് കരൾ നൽകാത്തത് എന്ന യാഥാർത്ഥ്യമെല്ലാം ദേവ്യാനി മനസ്സിലാക്കുന്നുണ്ട്. തന്നെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നത് താൻ വെറുത്തിരുന്ന മരുമകൾ മാത്രമാണെന്നും അനാമിക ഒരു ഭൂലോക ഫ്രോഡാണെന്നും ദേവ്യാനി മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഒരിക്കൽ അനാമിക നയനയോട് പറയുന്നുണ്ട്, നയനെ നീ ഒരു ബുദ്ധിമതിയാണ്, ഇത്ര ബുദ്ധിപരമായിട്ടാണ് നീ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്താ ലാഭമെന്ന് മോൾക്കറിയില്ലേ? ഇവളുടെ ഭർത്താവിനില്ലേ ഇവിടുത്തെ എല്ലാ കമ്പനികളുടെ MD സ്ഥാനം. മാത്രമല്ല മുത്തശ്ശി എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുക്കാൻ പോകുന്നത് ഇവൾക്കാണ്. ഇതാണ് ഇവളുടെ ലാഭം. ഇതൊക്കെ ചില്ലറ ലാഭമാണോ? കരൾ പകുത്തു കൊടുത്തു എന്ന് വെച്ച് എന്താണ് പ്രശ്നം? കോടികളല്ലേ ഇവളുടെ കയ്യിൽ എത്താൻ പോകുന്നത്. ഏകദേശം 5000-6000 കോടികൾ കാണും എല്ലാം കൂടി എന്നൊക്കെ പറയുകയാണ് രേവതി. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് വരുന്നുണ്ട്. രേവതി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ ഓപ്പറേഷന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കഴിഞ്ഞ് അനന്തപുരിയിലേക്ക് കയറി വന്നതേ ഉള്ളൂ. അവരിങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് തന്നെ നീ എന്തിനാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? മുത്തശ്ശി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ആ സമയത്ത് രേവതി ഒന്ന് അടങ്ങുന്നുണ്ട്. ആ സമയത്ത് അനാമിക പറയുകയാണ്, എന്നാലും മുത്തശ്ശ, നയനെ വല്യമ്മയെ മയക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കൂട്ടിയത്. പക്ഷെ പാലിൽ വിഷം കലക്കി വല്യമ്മയെ കൊല്ലാൻ നോക്കിയത് ഇവൾ തന്നെയല്ലേ? ആദ്യം വല്യമ്മയെ ഇവൾ കൊല്ലാൻ നോക്കി, പിന്നീട് രക്തവും കരളും കൊടുത്ത് വല്യമ്മയെ രക്ഷിക്കാൻ നോക്കി. ആ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഇവൾ വല്യമ്മയെ രക്ഷിച്ചപ്പോൾ ഇവൾ വല്യമ്മയെ കൊല്ലാൻ ശ്രമിച്ച കാര്യം എല്ലാവരും മറന്നുപോയോ? ഇവളാണ് പാലിൽ വിഷം കലക്കിയത് എന്ന കാര്യം എല്ലാവരും മറന്നുപോയോ? വല്യമ്മയെ രക്ഷിച്ചു എന്ന പേരിൽ അവളെ എല്ലാവരും തലയിലേറ്റി നടക്കുകയല്ലേ? അത് തന്നെയായിരുന്നു അവളുടെ ലക്ഷ്യം. ഇവിടുത്തെ സ്വത്തുക്കൾ മാത്രമാണ് അവൾ കണ്ണുവെച്ചത്. ഇത്രയും കോടികളുടെ സ്വത്തുക്കൾ അവളല്ല, അവളുടെ അച്ഛൻ സമ്മതിച്ചാൽ പോലും കിട്ടാൻ പോകുന്നില്ല. എത്ര വർഷം തല കുത്തി നിന്നാൽ പോലും ഇവൾക്കൊന്നും അത് ഉണ്ടാക്കാൻ സാധിക്കില്ല. അത് ഇവൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഒറ്റയടിക്ക് സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഇങ്ങനെയെല്ലാം ചെയ്തത്. കരൾ അങ്ങ് പകുത്തു കൊടുത്താൽ അത് 5-6 മാസം കൊണ്ട് ശരിയാകുമെന്ന് ഇവൾക്കറിയാം. അപ്പോൾ മുത്തശ്ശൻ പറയുക, നീ പറഞ്ഞത് ശരി തന്നെ ഇരിക്കട്ടെ, നയനമോൾ ചെയ്തതുപോലെ നിനക്കും ചെയ്തുകൂടായിരുന്നോ? ദേവ്യാനിയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയായിരുന്നില്ലേ നിനക്കും? നയനയ്ക്ക് പകരം നീ ദേവ്യാനിക്ക് കരൾ കൊടുത്തിരുന്നെങ്കിൽ നിനക്ക് ഒരുപാട് സമ്പാദിക്കാമായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശൻ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എനിക്ക് ആരുടെയും സ്വത്തും പണവും ഒന്നും ആവശ്യമില്ല. ഞാൻ സ്നേഹത്തോടെ മാത്രമേ മറ്റുള്ളവരുടെ മനസ്സ് പിടിച്ചു പറ്റാറുള്ളൂ. അല്ലാതെ പണത്തിന് വേണ്ടി ഞാനൊരു കാര്യവും ചെയ്യാറില്ല എന്നൊക്കെ പറയുകയാണ് അനാമിക. അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി അനാമികയെ. ഇത് കേൾക്കുമ്പോൾ അനാമിക പറയുകയാണ്, പാലിൽ വിഷം കലക്കിയത് ഈ നയനയാണ്, ഈ കള്ളി. ഇപ്പോൾ തന്നെ ഞാൻ പോലീസിൽ വിളിക്കാൻ പോവുകയാണ്. ഈ അനന്തപുരി വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പുറം ലോകം അറിയട്ടെ. ഇപ്പോൾ തന്നെ ഞാൻ പോലീസിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാൻ പോവുകയാണ് എന്നൊക്കെ പറയുകയാണ് അനാമിക. അപ്പോൾ തന്നെ വേണുവും പറയുന്നുണ്ട്, അതേ മോളെ, മോൾ പറയുന്നത് തന്നെയാണ് ശരി. എൻ്റെ പക്കൽ DGPയുടെ നമ്പറുണ്ട്. അദ്ദേഹത്തോട് സംസാരിച്ചാൽ അദ്ദേഹം നേരിട്ട് തന്നെ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട് വേണു. അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, വേണു അങ്ങനെ ആരെയും വിളിക്കേണ്ട. അതിന് വലിയവരെ വിളിക്കാൻ എനിക്കറിയാം. ഞാൻ വിളിച്ചാൽ ഉടനെ തന്നെ അവർ ഇവിടെ എത്തുകയും ചെയ്യും. കാണണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ മുത്തശ്ശ, ഈ വീട്ടിൽ ഇത്രയും വലിയൊരു കുറ്റകൃത്യം നടന്നിട്ട് അത് പോലീസുകാരെ അറിയിക്കാതിരിക്കുന്നത് ശരിയാണോ? ഒരു ഗർഭിണിയായ പെണ്ണിനെയാണ് കൊല്ലാൻ നോക്കിയത്, ഒരു കുഞ്ഞിനെയും അമ്മയെയും. അത് വന്ന് ഭവിച്ചിരിക്കുന്നത് വേറൊരാൾക്കും. ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് ആരായാലും അവർ പുറംലോകം കാണരുത്. ഒരു സൗഭാഗ്യങ്ങളും കിട്ടാതെ അവർ ജയിലിനുള്ളിൽ അടച്ചുപൂട്ടി കിടക്കണം. അവരെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കടുത്ത ശിക്ഷ തന്നെ നൽകണം എന്നൊക്കെ അനാമിക പറയുകയാണ്. അപ്പോഴേക്ക് ആദർശ് അങ്ങോട്ട് വരുന്നുണ്ട്. അനാമികയെ, ഇവിടെ ആരെയാണ് തുറങ്കിലടക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് അധികം വൈകാതെ ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ സംസാരം കേട്ട് വരുന്ന അബി അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. അതെന്തെന്ന് വെച്ചാൽ അബി അതിനു മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം ആദർശിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. ആരാണ് പാലിൽ വിഷം കലക്കിയത് എന്ന യാഥാർത്ഥ്യമെല്ലാം അബി ആദർശിനോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ മറഞ്ഞു നിന്ന അബിയെ കണ്ടിട്ട് ആദർശ് അബിയുടെ കൈ പിടിച്ച് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ്. മുത്തശ്ശ, കാര്യങ്ങളെല്ലാം ഇവനറിയാം, എല്ലാവരോടും എല്ലാം തുറന്നു പറയടാ എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. അബിയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ എന്താ ആദർശേട്ടാ ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല, ഇന്നലെ രാത്രി നീ സത്യങ്ങളെല്ലാം പറഞ്ഞതാണ്. അതിൻ്റെ പേരിൽ ഞാൻ നിന്നെ പൊതിരെ തല്ലുകയും ചെയ്തു. എന്നോട് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം മുത്തശ്ശനോടും കൂടി പറ, ഇവിടെ എല്ലാവരും അറിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. ആ സമയത്ത് അബിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. നീ എന്താണ് ഒന്നും മിണ്ടാത്തത്? സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് ഞാൻ നിനക്ക് ഇളവ് വാങ്ങിത്തരും എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിന്നെയും ഞാൻ പ്രതിസ്ഥാനത്താക്കും എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ആ സമയം അനാമിക അവർ രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ്.
എന്തായിരിക്കും ഇവരുടെ മനസ്സിൽ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അനാമികയാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ അബിയാണെങ്കിൽ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു തുടങ്ങുകയാണ്, മുത്തശ്ശ മുത്തശ്ശി എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അന്ന് പാലിൽ വിഷം കലക്കിയത് അനാമികയും അവളുടെ അമ്മയും കൂടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വേണു അനാമികയും രേവതി ആകെ നടുങ്ങി പോകുന്നുണ്ട്. അനാമിക പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, പച്ചക്കള്ളമാണ് മുത്തശ്ശ ഇവനെ ഈ പറയുന്നത്. നീ കണ്ടോടോ ഞാൻ പാലിൽ വിഷം കലക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അനാമിക. അത് കേൾക്കുമ്പോൾ അബി പറയുകയാണ്, മുത്തശ്ശ അന്ന് ഇവളുടെ അമ്മയും സംസാരിക്കുന്നത് ഞാനും അമ്മയും കേട്ടിരുന്നു. അന്ന് നവ്യ ഇവർക്ക് പായസത്തിൽ പണി കൊടുത്തതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ അന്ന് ഇങ്ങനെ ചെയ്തത്. അന്ന് ബാത്റൂമിൽ അവർ ചിലവഴിച്ചല്ലോ, അതിൻ്റെ ദേഷ്യത്തിൽ അവരിവിടെ ടോടിച്ചതിൻ്റെ ദേഷ്യത്തിൽ നവ്യയോട് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. എല്ലാ ദിവസവും രാത്രി നയന ഇവൾക്ക് പാല് കൊടുക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അന്ന് ഇവളുടെ അമ്മയും പുറത്തു പോയി. ഇവളുടെ അച്ഛൻ വേണുവാണ് ഇവൾക്ക് ആ മരുന്ന് കൊടുത്തത്. അങ്ങനെ നയന കാച്ചി വെച്ച പാലിൽ അനാമികയാണ് ആ വിഷം കലർത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് അബി. പക്ഷേ മുത്തശ്ശ ഇവരുടെ പ്രതീക്ഷകളെല്ലാം പോയി. അന്ന് രാത്രിയിൽ ആ പാല് കുടിച്ചത് നവ്യയല്ലായിരുന്നു, പകരം അമ്മായിയായിരുന്നു കുടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അബി. പക്ഷേ മുത്തശ്ശ ഇവരാ സംഭവം അറിഞ്ഞത് അമ്മായിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതിനു ശേഷമാണ്. ആ പാല് നവ്യ കുടിക്കുന്നതിന് പകരം അമ്മായിയാണ് കുടിച്ചത് എന്ന് അബി പറഞ്ഞു കഴിഞ്ഞതും മുത്തശ്ശനാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ കഴിയാതെ അബിയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ നീ അറിഞ്ഞിട്ടും നീ എന്താടാ ഇത് നേരത്തെ പറയാതിരുന്നത്? അപ്പോൾ ആദർശ് പറയുകയാണ്, മുത്തശ്ശൻ പറഞ്ഞതിന് മറുപടി പറയടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നവ്യ അങ്ങോട്ട് വന്ന് പറയുകയാണ്, അതിൻ്റെ മറുപടി അവൻ പറയില്ല, ഞാൻ പറയാം മുത്തശ്ശ എന്നൊക്കെ പറയുകയാണ്. അന്ന് തന്നെ മുത്തശ്ശനോട് ഞാൻ സംശയം പറഞ്ഞതല്ലേ, അന്ന് മുത്തശ്ശൻ എന്താണ് പറഞ്ഞത്? തെളിവുകളില്ലാതെ ഒന്നും പറയരുതെന്നല്ലേ. ഇപ്പോൾ തെളിവുകളെല്ലാം അവൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടല്ലോ മുത്തശ്ശൻ. സംഭവിച്ചതെല്ലാം ഞാൻ പറയാം. വിഷം കലക്കാൻ അനാമികയും അവളുടെ അമ്മയും പ്ലാൻ ഇടുന്നതും പിന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന കാര്യവും എല്ലാം ഇവനും ഇവൻ്റെ അമ്മയും കേട്ട് കാണും. അങ്ങനെ ചുളിവിൽ കൈ നനയാതെ അവരുടെ ആഗ്രഹവും സാധിക്കുമല്ലോ. അങ്ങനെയെങ്കിലും എന്നെ ശല്യം ഒഴിവായി കിട്ടുമല്ലോ എന്ന് ഇവനും ഇവൻ്റെ അമ്മയും കരുതി. അതിനുവേണ്ടി ഇവൻ എന്നോട് സ്നേഹം അഭിനയിച്ചു. ഞാൻ മരണവേദന കൊണ്ട് പുളയുന്നത് കാണാൻ വേണ്ടി. അതിനു വേണ്ടിയാണ് അവൻ എന്നോട് സ്നേഹം അഭിനയിച്ചത്. പിറ്റേ ദിവസം അമ്മായിക്കാണ് പറ്റിയതെന്നും എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് മനസ്സിലാക്കി അവൻ വീണ്ടും എന്നോട് ദേഷ്യം കാണിക്കാൻ തുടങ്ങി. ഇതല്ലാടാ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് നവ്യ. ആ സമയം അബി ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. ഒരു ദേഷ്യം സഹിക്കാൻ കഴിയാതെ നവ്യയും അബിയുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. കാണുമില്ലല്ലോ നിനക്ക്, ഇത് നമ്മുടെ കുഞ്ഞല്ലേ, നമ്മുടെ കുഞ്ഞിനെ കാണാനും ഒന്ന് തൊടാൻ പോലും നീ ആഗ്രഹിക്കുന്നില്ലല്ലോ. എൻ്റെ ഭാര്യയാണ് എന്നൊരു പരിഗണനയെങ്കിലും നിനക്ക് തരാമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഗർഭിണിയായ സ്ത്രീയാണ് എന്തെങ്കിലും കരുതി കൂടായിരുന്നോ? ഇത്രയും വലിയ ചതി ഇവളുമാർ ചെയ്യുമ്പോൾ നീയും അതിന് കൂട്ടു നിന്നല്ലോ എന്നൊക്കെ പറയുകയാണ്. അബിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. മുത്തശ്ശിക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ കഴിയാതെ ജലജിയുടെ മുഖത്ത് അടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ പോലൊരു അമ്മയാണ് ഇവൻ്റെ ശാപം. നീ നന്നായിരുന്നെങ്കിൽ ഒരിക്കലും ഇവ ഇങ്ങനെ ആകുമായിരുന്നില്ല. നിന്റെ വളർത്തു ദോഷമാണ് എല്ലാത്തിനും കാരണം. ആരുമില്ലാത്ത നിന്നെ ഞാനും ഇദ്ദേഹവും വളർത്തി ഇതുവരെ ആക്കിയതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. ഇന്നത്തോടു കൂടി ഞങ്ങൾ ഇത് നിർത്താൻ പോവുകയാണ്. നിന്നെ വിവാഹം കഴിപ്പിച്ചു തന്ന് നിന്നെ കുഞ്ഞിനെ ഇതുവരെ ഞങ്ങൾ നോക്കി. ഇത്രയും വിഷം ഉള്ളിലുള്ള നിന്നെ നിന്റെ മകനെയുമല്ലേ ഞങ്ങൾ ഇതുവരെ നോക്കിയത്. ജലജി, നിനക്ക് നിന്റെ കുഞ്ഞിനെ ഇതുവരെ ഞങ്ങൾ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? പിന്നെ നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു? എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ. ഇഷ്ടപ്പെടാതെ വന്ന മരുമകളാണെങ്കിൽ പോലും അവളുടെ വയറ്റിലുള്ളത് നിന്റെ മകൻ്റെ കുഞ്ഞല്ലേ, അതായത് നിന്റെ പേരക്കുട്ടി. അതിൻ്റെ ഒരു മുഖം കാണണമെന്ന് പോലും നിനക്ക് തോന്നിയിട്ടില്ല. എന്തൊരു നശിച്ച ജന്മമാണ് നിൻ്റേത്. അതുപോലെ നിന്റെ കുഞ്ഞിനെ നിന്റെ വയറ്റിൽ വെച്ച് ആരെങ്കിലും ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ നിനക്കത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശൻ. അത് കേൾക്കുമ്പോൾ ജലജ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ അബിയും ജലജയും ഇവിടെ നിന്ന് ഇറങ്ങണം. ഇത് എൻ്റെ തീരുമാനമാണ്. ഈ കാര്യത്തിൽ വേറെ ആരും ഒരു അഭിപ്രായം പറയണ്ട എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അഭിപ്രായത്തിന് മുന്നിൽ മറ്റൊന്നും പറയാതെ ജലജയും അബി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നീട് അനാമികയുടെ വേണുവിനോട് മുത്തശ്ശി പറയുകയാണ്, നിങ്ങളോട് ഇറങ്ങിപ്പോകാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ, ഇയാളല്ലേ DGP വിളിക്കുമെന്ന് പറഞ്ഞത്, പോലീസുകാർ വരട്ടെ, എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്പോൾ പറയാം, അതുവരെ നീ ക്ഷമിക്കുക എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, പോലീസുകാർ ഇങ്ങോട്ട് വരണ്ട, പോലീസുകാർ ഇവിടെ കയറി ഇറങ്ങി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ നാണക്കേട്. ഇത്രയും ക്രിമിനൽ മൈൻഡുള്ളവരുമായിട്ട് ബന്ധമുണ്ടെന്ന് ആളുകൾ അറിഞ്ഞാൽ നമുക്ക് തലയുയർത്തി നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. എന്താ അബി, നിനക്ക് വല്ലതും പറയാനുണ്ടോ ഇക്കാര്യത്തിൽ എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. മുത്തശ്ശി, എനിക്കൊന്നും പറയാനില്ല, എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. ഇവരുടെ സ്വഭാവം ഞാൻ ആദ്യമേ മനസ്സിലാക്കിയതാണ്, പക്ഷേ എന്നെ ആരും വിശ്വസിച്ചില്ല. ഇതുപോലെ ഒരുത്തിയെ എന്നെ തലയിൽ കെട്ടിവെച്ചു. ഇതുപോലെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഇവൾ രാത്രി എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലില്ല എന്ന് ആര് കണ്ടു? രാത്രി അത്താഴത്തിൽ വിഷം കലക്കിയിട്ട് ഇവിടുത്തെ സ്വത്തുക്കളൊന്നും അടിച്ചു മാറ്റില്ല എന്ന് ആര് കണ്ടു? മകൾക്കൊത്ത അമ്മയും അച്ഛനും, അബിയേക്കാൾ വൃത്തികെട്ട മനസ്സാണ് ഇവരുടേത്.
എന്നൊക്കെ അനിയും പറയുന്നുണ്ട്. തുടർന്ന് മുത്തശ്ശൻ ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി നീ ഇതെല്ലാം കേട്ടില്ലേ? ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രയും കാലം തലയിലേറ്റി നടക്കുകയല്ലേ നിന്റെ മരുമകളെ. ഇപ്പോൾ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാനകി തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ അജിയും പറയുകയാണ്, ആരോടൊന്നും പറയേണ്ട അച്ഛ, അച്ഛൻ്റെ തീരുമാനമാണ് ശരി. 3 പേരെയും പോലീസിൽ ഏൽപ്പിക്കണം. അങ്ങനെ പോലീസുകാരുടെ അടി കിട്ടി ഇവരൊരു പരുവമാകണം. അപ്പോൾ ദേവ്യാനിയും പറയുന്നുണ്ട്, ഇത്രയും കാലം എല്ലാവരെയും സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ച് എല്ലാവരെയും വശത്താക്കുകയായിരുന്നു ഇവളുടെ അമ്മയും. എല്ലാവരെയും മനഃപൂർവ്വം കൊല്ലുകയായിരുന്നു. ഇങ്ങനെ വിഷം ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്ന ഇവൾക്ക് ഇവിടെ നിൽക്കാൻ ഒരു യോഗ്യതയുമില്ല. തുടർന്ന് മുത്തശ്ശൻ അനാമികയോട് പറയുകയാണ്, ഇത്രയും പെട്ടെന്ന് 3 പേര് ഇവിടെ നിന്ന് ഇറങ്ങുക, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോലീസുകാരെ വിളിക്കും. ഒരു മുത്തശ്ശൻ്റെ തീരുമാനത്തിന് മുന്നിൽ 3 പേരും അനന്തപുരി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്.